Dear students, today we are going to discuss about computation of probability using normal curve. In normal distribution, the probability value is computed by using area under the standard normal curve. In other words, in case of normal distribution, probability is equal to area. Area under the normal curve. Probability എന്ന് പറഞ്ഞാൽ നോർമൽ കർവിനടിയിലുള്ള ഏരിയയാണ് സൂചിപ്പിക്കുന്നത്. ആ ഏരിയയിൽ നിശ്ചിത ഭാഗം ടോട്ടലിൻ്റെ എത്രത്തോളമാണ് ആ ഒരു പർട്ടിക്കുലർ പോർഷൻ വരുന്നത്, അതാണ് പ്രോബബിലിറ്റി. ഓക്കെ, ബട്ട് to find the area representing the random variable or x values, we have to compute the z value corresponding to the x value. അപ്പോൾ ഇവിടെ റാൻഡം വേരിയബിളായ എക്സിൻ്റെ ഏരിയ അല്ലെങ്കിൽ ആ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി കാണണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ എക്സ് വാല്യൂവിനെ z സ്കെയിലിലേക്ക് മാറ്റണം. Z value കണ്ടുപിടിക്കണം. For every x value we can compute the corresponding z value. ഏതൊരു x വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള z വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ റാൻഡം വേരിയബിൾ വാല്യൂ ഏതാണോ നമുക്ക് തന്നിരിക്കുന്നത്, ആ റാൻഡം വേരിയബിൾ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള z വാല്യൂ കാണേണ്ടതുണ്ട്. z വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കൂ. The z value is computed by using the formula z equal to x minus mu whole divided by standard deviation. Okay, x minus mu divided by standard deviation. X minus mu ഇത് x minus mu അതിൽ മൊത്തം ആ മൈനസ് ചെയ്ത് കിട്ടുന്നതിന് വേണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ mu is equal to 33, mean is equal to 33 and standard deviation or sigma equal to 8. Find the z corresponding to x45. അപ്പോൾ x45 ആകുന്ന സമയത്ത് ആ റാൻഡം വേരിയബിൾ വാല്യൂ x എന്ന റാൻഡം വേരിയബിൾ വാല്യൂ അതിൻ്റെ വാല്യൂസ് 45 ആണ്. 45 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള z വാല്യൂ എന്താ? z ഈക്വൽ ടു x മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. ഇവിടെ x 45 ആണ്. 45 മൈനസ് മ്യൂ 33 ഹോൾ ഡിവൈഡഡ് ബൈ 8. അപ്പോൾ 45 മൈനസ് 33 ബൈ 8 എത്ര വരും? 12 ബൈ 8 ഈക്വൽ ടു 1.5. അപ്പോൾ ആ 1.5 പോസിറ്റീവ് വാല്യൂ ആണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇതാ ഇവിടെ 1.5 ഇവിടെ 1 ആണ്, ഇവിടെ 1.5 ഏകദേശം ഇവിടെ വരും. ഓക്കെ, then another example, in a normal distribution mu is equal to 18 and standard deviation equal to 1.5. Find z corresponding to x15. x15 corresponding ആയിട്ടുള്ള z എന്താ? x15 ആണെങ്കിൽ അതിൻ്റെ z വാല്യൂ എന്തായിരിക്കും? z സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ z വാല്യൂ എത്രയായിരിക്കും? z ഈക്വൽ ടു x മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നാണ്. x 15 ആണ്. 15 മൈനസ് മ്യൂ 18 ഡിവൈഡഡ് ബൈ z സിഗ്മ 1.5. ഇപ്പോൾ എത്ര വരും? 15 മൈനസ് 18 മൈനസ് 3 ബൈ 1.5 മൈനസ് 2 എന്ന് വരും. ഓക്കെ, മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് z സ്കെയിലിൽ ലെഫ്റ്റ് സൈഡിലാണ് മൈനസ് വാല്യൂ, ഇവിടെയാണ് 2 വരും. ഇതാണ്. ഓക്കെ, for every z value there is a table value which denotes the probability. അപ്പോൾ ഈ z വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സീറോൻ്റെ വലത് സൈഡിൽ പ്ലസ് ആയിട്ടും ലെഫ്റ്റ് സൈഡിലായിട്ട് നെഗറ്റീവായിട്ടും കൊടുത്തിട്ടുള്ള ഈ വാല്യൂസിനെയാണ് z വാല്യൂ എന്ന് പറയുന്നത്. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള z വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാലോ, z ഈക്വൽ ടു x മൈനസ് മ്യൂ ബൈ സിഗ്മ. അപ്പോൾ ഇങ്ങനെ z വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ z വാല്യൂ ഉപയോഗിച്ച് സെഡിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിനകത്ത് നമുക്ക് കാണാം. ആ ടേബിളിൽ നിന്ന് ഈ ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എത്രയാണോ നമുക്ക് z വാല്യൂ കിട്ടിയിരിക്കുന്നത് ആ z വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഏരിയ എത്രയാണ് എന്ന് ആ ടേബിളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ,
Now let us discuss some questions. First question, find the area to the right of z equal to 0.25. അപ്പോൾ ഇവിടെ എക്സ് അല്ല നമുക്ക് തന്നിട്ടുള്ള റാൻഡം വേരിയബിൾ വാല്യൂ അല്ല തന്നിരിക്കുന്നത്. ആ റാൻഡം വേരിയബിളിനെ സെഡ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ കിട്ടിയ സെഡ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദി ഏരിയ ടു ദി റൈറ്റ് ഓഫ് 0.25 എന്ന് പറയുമ്പോൾ സെഡ് പോസിറ്റീവ് വാല്യൂ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെൻറ്റർ പോയിൻ്റ് ഇവിടെയാണ്, മീൻ 0. ഇതിൻ്റെ വലത് ഭാഗത്താണല്ലോ 0.25 വരിക. ഞാൻ ഏകദേശം ഇത് ഇവിടെ 0.25 കൊടുത്തു. ഓക്കെ, 0.25 ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 0.25 എന്ന സെഡ് വാല്യൂ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിങ്ങൾ ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന ഒരു ടേബിൾ കാണാം. നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് നോർമൽ കർവ്, ആ ഒരു ടേബിൾ എടുത്ത ശേഷം ഫസ്റ്റ് കോളത്തിൽ തന്നെ സെഡ് എന്ന് കാണാം. ആ സെഡിന് നേരെ താഴെ 0.25 ഡെസിമലിന് ശേഷം ഒരു ഡിജിറ്റ് മാത്രമേ ആ ഫസ്റ്റ് കോളത്ത് കാണൂ. രണ്ടാമത്തെ ഡിജിറ്റ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡിജിറ്റ്സ് ഒക്കെ നിങ്ങൾ മറ്റ് കോളം ഹെഡിങ് ആയിട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇവിടെ 0.25 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം 0.2 മൂന്നാമത്തെ വരിയിൽ കണ്ടോ, ഫസ്റ്റ് കോളത്തിൽ മൂന്നാമത്തെ വരിയിൽ 0.2 എന്ന് കണ്ടല്ലോ. ഇനി 5 വേണ്ടത് കോളത്തിൽ നോക്കുക, അടുത്ത മുകളിൽ നോക്കൂ 0.05. ഇപ്പോൾ 0.05ഉം സെഡിൽ 0.2ഉം വരുന്നതിന് നേരെ വരുന്ന വാല്യൂ എത്രയാ? 0.25 എത്ര വാല്യൂ വരും? 0.0987 എന്ന് വരും. 0.0987. അപ്പോൾ സെഡ് 0.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഏരിയ ആണ്. 0 മുതൽ 0.25 വരെയുള്ള ഏരിയ എന്നാണ് അർത്ഥം. ഈ ഏരിയ ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദി ഏരിയ ടു ദി റൈറ്റ് ഓഫ് സെഡ് ഈക്വൽ ടു 0.25. 0.25ൻ്റെ വലത് ഭാഗത്തായിട്ടുള്ള ഏരിയ കാണാനാണ് പറയുന്നത്. നമുക്ക് 0.25 എന്ന് പറയുമ്പോൾ 0 മുതൽ 0.25 വരെയുള്ള ഏരിയ ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഏരിയയിൽ നിന്ന് ഇത് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ഇവിടെ 0യ്ക്ക് വലത് ഭാഗത്തുള്ള ടോട്ടൽ ഏരിയ നമുക്കറിയാം 50% ആണ്, അല്ലെങ്കിൽ 0.5 ആണ്. ആ 0.5ൽ നിന്ന് ഈ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ക്ലിയർ? അപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഏരിയയാണ് സെഡിൻ്റെ സെഡ് ഈക്വൽ ടു 0.25 എന്ന് പറയുന്ന ആ വാല്യൂവിന് വലത് ഭാഗത്തായിട്ടുള്ള ഏരിയ. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് 0.25 ടേബിളിൽ നോക്കി നമുക്ക് 0.0985 എന്ന് കിട്ടി. അപ്പോൾ 0.5ൽ നിന്ന് ഈ 0.0987 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.4013 എന്ന് കിട്ടും. ആ ഏരിയ ആണ് ഇത്. അപ്പോൾ ഏരിയ ടു ദി റൈറ്റ് ഓഫ് z ഈക്വൽ ടു 0.27 മീൻസ് 0.4013 ആണ് ഈ ഏരിയ. ഓക്കെ, അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഏരിയ ടു ദി ലെഫ്റ്റ് ഓഫ് z ഈക്വൽ ടു 1.96. ഇവിടെ z 1.96 എന്നാണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ z ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു നോർമൽ കർവ് റഫായിട്ടൊന്ന് വരഞ്ഞു വെക്കുക, മനസ്സിലാകാൻ വേണ്ടി, എളുപ്പത്തിൽ മനസ്സിലാവും. ഒരു നോർമൽ കർവ് വരഞ്ഞു, ഇതിൻ്റെ സെൻട്രൽ പോയിൻ്റ് അതായത് മീൻ, ഓക്കെ, ഈ ഒരു വരയും വരയ്ക്കുക. ഇത് 50%, ഇത് 50% ആണെന്നറിയാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന് ഫൈൻഡ് ദി ഏരിയ ടു ദി ലെഫ്റ്റ് ഓഫ് z ഈക്വൽ ടു 1.96. സെഡിൻ്റെ വാല്യൂ 1.96 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്. 0യ്ക്ക് വലത് ഭാഗത്ത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു 1.96. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ എത്രയാണെന്ന് കാണാനാണ് പറഞ്ഞത്. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം മാത്രമല്ല, ഇവിടം വരെ ലെഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ലെഫ്റ്റ് സീറോയിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വരുന്ന ഏരിയ 0.5 ആണ്. ഓക്കെ, 50% ഏരിയ ഉണ്ട്. അപ്പോൾ ടേബിളിൽ നോക്കി നമ്മൾ 1.96 എന്ന Z വാല്യൂവിൻ്റെ ഏരിയ കാണുക. ടേബിൾ നോക്കൂ, അതിൽ 1.9 എടുക്കൂ. ഫസ്റ്റ് കോളത്തിൽ 1.96 ആണ്. അത് കോളം ഹെഡിങ് നോക്കുക, 0.06 എന്ന ഹെഡിങ് നോക്കുക. അപ്പോൾ എത്രയാണ് വാല്യൂ വരുന്നത്? 0.4750 കിട്ടും. ഓക്കെ, അപ്പോൾ Z 1.96 എന്ന് പറഞ്ഞാൽ 0 മുതൽ 1.96 വരെയുള്ള ഈ ഏരിയ ആണ് 0.4750 എന്ന് പറയും. അപ്പോൾ ഈ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇത് മാത്രമല്ല ഉള്ളൂ, ഇവിടെ ഒരു 0.5 ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 0.5 പ്ലസ് 0.475 ആണ്. അപ്പോൾ ഏരിയ ടു ദി ലെഫ്റ്റ് ഓഫ് Z 1.96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള 0.9750 ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ 1.8. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ 1.8. Z വാല്യൂ 1.8ൽ കൂടുതലാകാനുള്ള പ്രോബബിലിറ്റി കാണാനാണ് പറഞ്ഞത്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എന്നാണ് അർത്ഥം, മനസ്സിലായില്ലേ? അപ്പോൾ നോക്കൂ, Z എബോവ് 1.8, അപ്പോൾ നമുക്ക് പ്ലസ് ആണ്, പോസിറ്റീവ് വാല്യൂ ആണ് 1.8. അപ്പോൾ സീറോയുടെ വലത് ഭാഗത്ത് 1.8. ഇനി ടേബിളിൽ നോക്കി Z 1.8 എന്ന വാല്യൂ നോക്കൂ, എത്ര വരുന്നത്? 1.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.80 ആണ്. 0 കോളത്തിൽ നോക്കുക, 0.4641 എന്ന് കാണാം. ഓക്കെ, അപ്പോൾ Z 1.8ൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4641 ആണ്. അതിനർത്ഥം Z 1.8ൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ Z 0 മുതൽ 1.8 വരെയുള്ള ഏരിയ എന്നാണ്. ഓക്കെ, ഇതാണ് 0.4641 എന്ന ഏരിയ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? Z ഗ്രേറ്റർ ദാൻ 1.8 ആകാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇത് 1.8 വരെയുള്ള ഏരിയ ആണിത്. 1.8ൽ കൂടുതലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ ആണ്. ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ എങ്ങനെയാണ് കിട്ടുക? ഈ ടോട്ടൽ ഏരിയ 0.5 ആണല്ലോ, അതിൽ നിന്ന് ഈ 0.4641 മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.0359 കിട്ടും. അതാണ് ഈ ഏരിയ. അപ്പോൾ Z 1.8ൽ കൂടുതലാകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലാകാനുള്ള ആ ഏരിയ, ആ കൂടുതലായതിനെ സൂചിപ്പിക്കുന്ന ഏരിയ കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഏരിയ ആണ് പ്രോബബിലിറ്റി. ക്ലിയർ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് Z ലെസ് ദാൻ 1.5. Z ലെസ് ദാൻ 1.5. Z വാല്യൂ Z ലെസ് ദാൻ -1.5. Z വാല്യൂ -1.5നേക്കാളും കുറവ് വരാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് Z മൈനസ് വാല്യൂ ആണ്. അപ്പോൾ 1.5 ഇതാ ഞാൻ ഈ സെൻറ്റർ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് -1.5 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളും 1.5നേക്കാളും കുറഞ്ഞ വാല്യൂ ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറവ്. ഓക്കെ, 1.5നേക്കാളും കുറവാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. മൈനസ് വാല്യൂ ഇങ്ങനെ കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറവാണല്ലോ, കുറഞ്ഞ. അപ്പോൾ ഇതിനേക്കാളും കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഏരിയ കാണും. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1.5ൻ്റെ വാല്യൂ കാണണം. 1.5 Z 1.5 ആകുന്ന സമയത്തുള്ള ഏരിയ കാണണം. 1.5 ഇവിടെ മൈനസ് വാല്യൂ പ്ലസ് വാല്യൂ ഒന്നും നോക്കണ്ട. Z ടേബിൾ നോക്കുമ്പോൾ നമുക്ക് 1.5 ഉണ്ടാവും. മൈനസ് ആകുമ്പോൾ ഈ സീറോയിൻ്റെ ലെഫ്റ്റ് സൈഡിലും പ്ലസ് ആകുമ്പോൾ സീറോയിൻ്റെ റൈറ്റ് സൈഡിലും കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ടേബിളിൽ നമ്മൾ നോക്കേണ്ടത് 1.5 ആണ്. 1.5 എത്രയാണ് വരുന്നത്? 1.5 നോക്കൂ, 0.4332 എന്ന് കിട്ടും. അതിനർത്ഥം 0 മുതൽ 1.5 വരെയുള്ള ഇവിടം വരെയുള്ള ഏരിയ മൈനസ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ 0.4332 എന്നാണ് 0 മുതൽ ഈ 1.5, അതായത് -1.5 വരെയുള്ള ഈ ഏരിയ. ഇതിനേക്കാളും കുറവ് വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 മുതൽ ഈ അറ്റം വരെയുള്ള ഏരിയ 50%, 0.5 ആണ്.
അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, 0.4332 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്ര വരും? 0.0668 കിട്ടും, ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഭാഗം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ 1.5, സെഡിൻ്റെ വാല്യൂ -1.5നേക്കാളും കുറവാകാനുള്ള പ്രോബബിലിറ്റി 0.0668 ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി ഏരിയ ടു ദി റൈറ്റ് ഓഫ് സെഡ് ഈക്വൽ ടു 1.96. സെഡ് 1.96ന് റൈറ്റ് സൈഡിലുള്ള ഏരിയ. സെഡ് 1.96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ക്ക് വലതു ഭാഗത്തായി കാണിക്കണം, പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഇവിടെ കാണിച്ചു. അപ്പോൾ ടേബിളിൽ നോക്കിയിട്ട് 1.96 എടുക്കുക. ടേബിളിൽ നോക്കിയാൽ ആദ്യം 1.9 എടുക്കുക, ഫസ്റ്റ് കോളത്തിൽ 1.9 എടുക്കുക, പിന്നെ വേണ്ടത് 6 ആണ്. അത് കോളം ഹെഡിങ് നോക്കുക, 0.06ഉം നോക്കുക, 0.4750 എന്ന് വരും. ഓക്കെ, അപ്പോൾ സെഡിൻ്റെ വാല്യൂ 1.96ൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ഏരിയ 0 മുതൽ 1.96 വരെയുള്ള ഈ ഏരിയയാണ്. അത് 0.4750 ആണ്. അപ്പോൾ ഇതിൻ്റെ വലതുഭാഗത്തുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഏരിയ 0.5 ആണല്ലോ, അതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ 0.025 കിട്ടും. ക്ലിയർ? അപ്പോൾ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് -1.78 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1.78. അതാണ് ഇവിടെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ഓരോന്നായി നോക്കാം. പ്രോബബിലിറ്റി ഓഫ് പ്രോബബിലിറ്റി ഓഫ് -1.78 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്താ? ഈ വാല്യൂ -1.78 പ്ലസ് 1.78 ഇടയിലാവാനുള്ള, സെഡ് ഇതിനിടയിലാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഓക്കെ, -1.78നും പ്ലസ് 1.78നും ഇടയിലുള്ള വാല്യൂ സെഡ് അതിനിടയിൽ വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ -1.78 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വരണം. നോക്കൂ, -1.78 വിടും. പ്ലസ് 1.78 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനിടയിൽ ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇതിനിടയിലുള്ള ഏരിയ എത്രയാണെന്ന് നോക്കണം. നമ്മൾ ടേബിളിൽ നിന്ന് 1.78 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നോട്ട് ഇവിടം വരെയുള്ള, അതുപോലെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഏരിയ 0.4625 എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡിലും 0.4625, റൈറ്റ് സൈഡിലും 0.4625. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ സെഡിൻ്റെ വാല്യൂ ഇതെന്താണ്? 1.78 ഇവിടെയും വരുന്നത് 1.78 -1.78 ഉണ്ട്, പ്ലസ് 1.78 ഉണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയയ്ക്ക് മൈനസും പ്ലസും ഒന്നും ഇല്ല, ഒരൊറ്റൊരു വാല്യൂ ഉള്ളൂ, 1.78 എന്ന് പറയുന്ന വാല്യൂ മാത്രം. ഓക്കെ, അപ്പോൾ ടേബിൾ നോക്കുക. സെഡിൻ്റെ വാല്യൂ 1.78, ആദ്യത്തെ കോളത്തിൽ 1.7 എടുക്കുക, 1.7 എടുത്തു. എന്നിട്ട് പിന്നെ കോളം ഹെഡിങ് 0.08 എടുക്കുക. അവിടെ വരുന്നത് എത്ര വരുന്നത്? 0.4625 വരും. അപ്പോൾ 4625 എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ 1.78 വരെയുള്ള വലതു ഭാഗത്തോട്ട് ഇവിടം വരെയുള്ള ഏരിയ വരും, ഇടതു ഭാഗത്തോട്ട് ഇവിടം വരെയുള്ള ഏരിയ വരും. ഓക്കെ, അപ്പോൾ -1.78 പ്ലസ് 1.78നും ഇടയിലുള്ള ഏരിയ ഇതാണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ ഈ -1.78നും പ്ലസ് 1.78നും ഇടയിൽ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ 100% ഏരിയയിൽ ഈ ഏരിയയാണ്. ഈ ഏരിയ ഇവിടം മുതൽ ഇവിടം വരെ 0.4625, ഇവിടം മുതൽ ഇവിടം വരെ 0.4625, രണ്ടും കൂടെ ആഡ് ചെയ്യുക, 0.9250. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രോബബിലിറ്റി ഓഫ് 1.52 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2.01. സെഡിൻ്റെ വാല്യൂ 1.52നും 2.01നും ഇടയിലാകാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ രണ്ടും പോസിറ്റീവ് വാല്യൂ ആണല്ലോ. അപ്പോൾ നോക്കൂ, 1.52 നമുക്കിവിടെ 0ൻ്റെ വലതുഭാഗത്ത് 1.52, മറ്റൊരു വാല്യൂ 2.01 ഇവിടെയും കൊടുത്തു.
ഇതിനിടയിലുള്ള Z ഇതിനിടയിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഉള്ള ഈ ഏരിയ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഏരിയ എത്രയുണ്ടെന്ന് അറിയണം. നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാം? ഇതിനിടയിലുള്ള ഏരിയ കാണണമെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾ പറയൂ. നമുക്ക് അറിയാം 1.52 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ ആണല്ലോ കിട്ടുക. ഇതാണ് 1.52. 2.01 എന്ന് നോക്കിക്കഴിഞ്ഞ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഏരിയ കിട്ടും, മൊത്തം ഏരിയ. ആ മൊത്തം ഏരിയയിൽ നിന്ന് ഈ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. മൊത്തം ഏരിയ 2.01 എന്ന് പറഞ്ഞാൽ ഈ ഏരിയ കിട്ടും. 2.01 ടേബിളിലൊന്ന് നോക്കൂ. 2.01 എത്രയാണ് വരുന്നത്? 0.4778 അല്ലേ വരുന്നത്. അത് ഇവിടം മുതൽ 2.01 വരെയുള്ള ഈ ഏരിയയാണ്. ഓക്കെ, അതിൽ നിന്ന് 1.52ൻ്റെ ഏരിയ നോക്കൂ, എത്ര വരുന്നു? 0.4357 വരുന്നത്. 0.4357 ഈ ഏരിയ. അതങ്ങ് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 0.0421 കിട്ടും. ഷെയ്ഡ് ചെയ്ത ഏരിയ. ക്ലിയർ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് -1.52 ലെസ് ദാൻ Z ലെസ് ദാൻ 0.75. ഒന്ന് മൈനസും ഒന്ന് പ്ലസും ആണ്. മൈനസ് ഇതാ -1.52 ഇവിടെ, പ്ലസ് 0.75. അപ്പോൾ 0.75 നോക്കുക സെഡിൻ്റെ വാല്യൂ. അപ്പോൾ ഇത് കിട്ടും. 1.52 നോക്കിയിട്ട് അത് ലെഫ്റ്റ് സൈഡിൽ ഈ ഏരിയ, ഇതിനിടയിലുള്ളതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടുക, 0.7091 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ 1.8. ഇതൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ. പ്രോബബിലിറ്റി ഓഫ് Z ലെസ് ദാൻ 1.5. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇവിടെയുള്ള ആൻസർ ശരിയല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വിളിച്ച് ചോദിക്കും. ഗിവൺ ദാറ്റ് P ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 0.67 എന്ന് പറഞ്ഞാൽ Z 0യ്ക്കും 0.67നും ഇടയിൽ. ഓക്കെ, അതിൻ്റെ ആ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. P ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 0.78 ആ വാല്യൂ, പ്രോബബിലിറ്റി വാല്യൂ അല്ലെങ്കിൽ ഏരിയ തന്നിരിക്കുകയാണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് -0.67 ലെസ് ദാൻ Z ലെസ് ദാൻ 0. ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് -0.67 ലെസ് ദാൻ Z ലെസ് ദാൻ 0. 0യ്ക്കും -0.67നും ഇടയിൽ Z വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാ. മൈനസ് ആകുമ്പോൾ 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ -0.67. 0യ്ക്കും 0.67നും ഇടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ടേബിളിൽ 0.67 കണ്ടുപിടിക്കണം. ഇവിടെ 0.67 ഇത് തന്നിട്ടുണ്ട്, 0.2487 ആണ്. അപ്പോൾ അതാണ് ഏരിയ. ഓക്കെ, അതേപോലെ -0.78 ആൻഡ് 2.41. -0.78 ഇവിടെ, 2.41. ഇതിനിടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ടോട്ടൽ ചെയ്യണം. അതിവിടെ തന്നിട്ടുണ്ട്. നോക്കൂ എത്രയാണ് അവിടെ? -0.78, 0.78, 0.2518 ആണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഏരിയ. പിന്നെ 2.41 വരെയുള്ള ഏരിയ 0.4920. ഇത് രണ്ടും ടോട്ടൽ ചെയ്യുക. ഓക്കെ, ടോട്ടൽ ചെയ്ത് 0.7438 വരും. ഓക്കെ, അതുപോലെ മറ്റു ക്വസ്റ്റ്യൻസ്, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് സിയും ഡിയും നിങ്ങൾ തന്നെ ചെയ്യുക. ആൻസർ ഇവിടെ ഉള്ളത് തന്നെയല്ലേ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ദി വേരിയബിൾ എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 45 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 56. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെ ചെയ്ത പ്രോബ്ലം എല്ലാം Z വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. റാൻഡം വേരിയബിൾ വാല്യൂ അല്ല തന്നിരുന്നത്. ആ റാൻഡം വേരിയബിൾ വാല്യൂവിൽ നിന്ന്
കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ സെഡ് വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ച് അല്ലെങ്കിൽ ആ സെഡ് വാല്യൂ തന്നിട്ട് ഏരിയ കാണാനാണ് പറഞ്ഞത് എങ്കിൽ ഇവിടെ വേരിയബിൾ വാല്യൂ, റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ ആണ് തരുന്നത്, അതിൽ നിന്ന് ഏരിയ കാണാനാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ഈ സെഡ് തന്നിട്ടുള്ള എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡിലേക്ക് പോകണം. അതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ്. ഓക്കെ, അത് കണ്ടുപിടിച്ച് സെഡ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഏരിയയിലേക്ക് പോകാൻ. നോക്കൂ, വേരിയബിൾ എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 45, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10, മ്യൂ 45ഉം സിഗ്മ 10 ആണ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. അപ്പോൾ എക്സ് 40 ആണ്, 60 ആണ്, എക്സ് 60 ആണ്. എക്സ് 60 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് 60യോ അതിൽ കൂടുതലാകാനുള്ള പ്രോബബിലിറ്റി അത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഇവിടെ പറഞ്ഞ വാല്യൂ എന്താ, 60 ആണല്ലോ. അപ്പോൾ സെഡിലേക്ക് മാറ്റുകയാണ്. സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മയാണ്. അപ്പോൾ 60 മൈനസ് മ്യൂ 45 ഡിവൈഡഡ് ബൈ സിഗ്മ 10 ആണ്. അപ്പോൾ 1.5 കിട്ടി. ക്ലിയർ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 എന്ന് പറയാം. അപ്പോൾ ക്ലിയർ? എക്സ് 60 അതിൽ കൂടുതലോ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നതും സെഡ് 1.5 അതിൽ കൂടുതലോ ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് നമുക്ക് പറയാം. ഇവിടെ ഗ്രേറ്റർ ദാൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5. അപ്പോൾ നേരത്തെ തന്നതുപോലെയായി, ഇതുവരെ നമ്മൾ ചെയ്തതുപോലെ തന്നെയായി ക്വസ്റ്റ്യൻ സെഡിലേക്ക് മാറ്റി. അപ്പോൾ എക്സ് 60 അതിൽ കൂടുതലോ ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നതും സെഡ്, ഈ ക്വസ്റ്റ്യനിലെ സെഡ് 1.5 അതിൽ കൂടുതലോ എന്ന് പറയുന്നതും സെയിം ആണ്. ഇനി നമുക്ക് എന്താ സെഡ് കണ്ടുപിടിക്കാം. സെഡ് 1.5 എന്ന് പറയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ. നമ്മൾ എന്തായാലും ആ 1.5ൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കുക. ടേബിളിൽ നിന്ന് 1.5 നോക്കിക്കഴിഞ്ഞാൽ 0.4332 എന്ന് കിട്ടും. അപ്പോൾ 0.4332 എന്ന് പറഞ്ഞാൽ 0 മുതൽ സെഡിൻ്റെ വാല്യൂ 0 മുതൽ 1.5 വരെയുള്ള ഏരിയ ആണത്. ഓക്കെ, അപ്പോൾ 0 മുതൽ 1.5 വരെയുള്ള ഏരിയ ഇതാണെങ്കിൽ 0 മുതൽ അവസാനം വരെ റൈറ്റ് സൈഡിൽ ഉണ്ടാവുക മൊത്തം 50% ഏരിയ. അതിൽ നിന്ന് ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ 1.5ൽ കൂടുതൽ വരാനുള്ള പ്രോബബിലിറ്റി കിട്ടും. ക്ലിയർ? 0.5ൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്താൽ 0.0668 എന്ന് കിട്ടും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഒരു നോർമൽ കർവ് വരയുക, അതിൻ്റെ സെൻട്രൽ പോയിന്റ് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒരു പെർപെൻഡിക്കുലറായിട്ട് കാണിക്കുക, അതിൻ്റെ ലെഫ്റ്റും റൈറ്റും, ലെഫ്റ്റ് മൈനസ് റൈറ്റ് പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രോബബിലിറ്റി ഓഫ് എക്സ് 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 56. ഇവിടെയും എക്സ് ആണ്, റാൻഡം വേരിയബിൾ വാല്യൂ ആണ് ഈ 40യും 56ഉം. അപ്പോൾ ഈ 40ക്ക് തുല്യമായിട്ടുള്ള സെഡ് എത്ര, 56ന് തുല്യമായ സെഡ് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആ എക്സിന് സെഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 40 ആവുന്ന സമയത്ത് സെഡ് എത്രയാണ് വരിക? ഞാൻ വാല്യൂസ് ഒന്നും വീണ്ടും വായിക്കുന്നില്ല, ഇതാ -0.5 കിട്ടും. 56 ആവുന്ന സമയത്ത് സെഡ് എത്ര വരുന്നു? 1.1. അപ്പോൾ 40നും 56നും ഇടയിലുള്ള എക്സ് അതിനിടയിൽ വരിക എന്ന് പറഞ്ഞാൽ സെഡ് -0.5നും +1.1നും ഇടയിൽ വരിക. ഓക്കെ, ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ഒന്ന് റൈറ്റ് സൈഡിൽ സെഡ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ 0.5 കണ്ടു കഴിഞ്ഞാൽ സെഡ് ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ ആയി, 1.1 കണ്ടുപിടിച്ചാൽ റൈറ്റ് സൈഡിലുള്ള ഏരിയ ആയി. അത് ടോട്ടൽ ചെയ്യുക. 0.5ൻ്റെത് 0.1915 വരും, 1.1ൻ്റെത് 0.3694 വരും, ആഡ് ചെയ്യുക 0.5558 വരും. ഓക്കെ, നെക്സ്റ്റ് വൺ. A normal curve has mean 20 and standard deviation 10. Find the area between x1 15 and x2 40. x1 15 x2 എന്നൊക്കെ പറഞ്ഞാൽ റാൻഡം വേരിയബിളിൻ്റെ രണ്ട് വാല്യൂ എന്നേ അർത്ഥമുള്ളൂ. ഒരു എക്സ് വാല്യൂ 15ഉം മറ്റൊരു എക്സ് വാല്യൂ 40യും എന്നർത്ഥം. അപ്പോൾ ഈ എക്സ് 15നും 40നും ഇടയിൽ വരാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ എക്സിന് തുല്യമായിട്ടുള്ള എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കാണണം, 15ന് തുല്യമായിട്ടുള്ള വാല്യൂവും 40ക്ക് തുല്യമായിട്ടുള്ള വാല്യൂവും കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് 15 ആകുമ്പോൾ -0.5 വരും. അതേപോലെ എക്സ് 40 ആകുമ്പോൾ -2 ആകും. അപ്പോൾ -0.5നും 2നും ഇടയിലുള്ള ഏരിയ, -0.5 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ കിട്ടും, 0.1915 കിട്ടും. 2 എടുത്തു കഴിഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ 2 എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുന്നു, 0.4772 കിട്ടും. അപ്പോൾ ഈ -0.5 മുതൽ +2 വരെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ടോട്ടൽ 0.6687. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, mean marks obtained by the students of a class is 42 and standard deviation is 24. Assuming that the marks obtained by selected students follows normal distribution, find the probability that the selected students will have score exceeding 60. 60ൽ കൂടുതലാകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 60ൽ കൂടുതലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ 60ന് തുല്യമായ എക്സ് 60 ആകുമ്പോൾ സെഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. സെഡിൻ്റെ വാല്യൂ 0.75 ആണ്. 0.75ൽ കൂടുതലാകാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 0.75 പോസിറ്റീവ് വാല്യൂ ആണ്. 0.75ൻ്റെ ഏരിയ സെഡ് വാല്യൂ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതലാണെങ്കിൽ ഉള്ള ഏരിയ എത്രയാണ്? 0.5ൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. ഈ 0.75ൻ്റെ ഏരിയ 0.5ൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പോൾ 0.75ൻ്റെ ഏരിയ 0.2735 ആണ്. അതിന് മുകളിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ എബവ് 0.75 എന്ന് പറഞ്ഞാൽ 0.5 മൈനസ് ഏരിയ. ഓക്കെ, 0.2266 എന്ന് വരും. ഓക്കെ, ഇവിടെ ഏരിയ എബവ് 1.5 എന്നാണ്. 1.5 അല്ല, 0.75. ഏരിയ എബവ് 0.75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5ൽ നിന്ന് 0.2734 മൈനസ് ചെയ്യുക, 0.2266. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Assume that a variate means variable x is normally distributed with mean 80, standard deviation 20. Find the area under normal distribution between 80 and 100. What is the area between 50 and 120? ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ എക്സ് ആദ്യത്തെ ക്വസ്റ്റ്യൻ 80ക്കും 100നും ഇടയിലാണ്. 80ക്ക് തുല്യമായ സെഡ് കാണുക, 100ന് തുല്യമായ സെഡ് കാണുക. 80ക്ക് തുല്യമായിട്ടുള്ള സെഡ് വാല്യൂ എത്ര വരുന്നു? 0 വരുന്നു. 100ന് തുല്യമായ സെഡ് വാല്യൂ 1 വരുന്നു. അപ്പോൾ 0 മുതൽ 1 വരെയുള്ള ഏരിയ. അപ്പോൾ സെഡിൻ്റെ വാല്യൂ 1 കാണുക, 1 എത്രയാണോ വരുന്നത് അത് തന്നെയാണ് ഏരിയ. ഓക്കെ, 0.3413. അതുപോലെ അടുത്തത് 50യും 120 ആണ്. 50ക്ക് തുല്യമായിട്ടുള്ള സെഡ് വാല്യൂ കാണുക. 50 ആകുമ്പോൾ സെഡ് 2 ആണ്. പിന്നെ 120 ആവുന്ന സമയത്ത് -120 ആകുമ്പോൾ 50 ആകുമ്പോൾ -1.5, 120 ആകുമ്പോൾ 2. അപ്പോൾ സെഡ് -1.5നും 2നും ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, ഒക്കെ നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെ, ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. നിങ്ങൾ നന്നായി അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. The distribution of marks obtained by a group of students is normal with mean 50 and standard deviation. Estimate percentage of students with marks below 35. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ നേരത്തെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ പ്രോബബിലിറ്റി പെർസെൻറ്റേജ് ആയിട്ട് പറയുന്ന രീതിയിലുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ് നോർമൽ വിത്ത് മീൻ mu 50 ആണ്, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15. എസ്റ്റിമേറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് മാർക്സ് ബിലോ 35. 35ൽ കുറവ് മാർക്ക് കിട്ടിയ കുട്ടികൾ എത്ര ശതമാനം ഉണ്ടെന്ന്. അപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബബിലിറ്റി പെർസെൻറ്റേജ് ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് 35 ആകുമ്പോൾ കറസ്പോണ്ടിങ് സെഡ് എത്ര വരും? -1 വരും. അപ്പോൾ സെഡ് -1ൽ കുറവുള്ള വാല്യൂ, മാർക്ക് 35ൽ താഴെയുള്ള കുട്ടികളുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സെഡ് വാല്യൂ -1ന് താഴെയുള്ള. സെഡ് -1 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരും.
ലെഫ്റ്റ് സൈഡിന് താഴെ എന്ന് പറഞ്ഞാൽ 1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, പ്രോബബിലിറ്റി ഏരിയ കണ്ടുപിടിക്കുക, അത് 0.3413 വരും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള മൊത്തം ഏരിയ 0.5, അതിൽ നിന്ന് 0.3413 ലെസ് ചെയ്യുക, അപ്പോൾ 0.1587 കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇത് തന്നെ, പക്ഷേ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് എന്ന് ചോദിച്ചുകൊണ്ട് പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടി ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ 15.87 വരും. 15.87% സ്റ്റുഡൻസിന് എന്താണ് മാർക്സ് 35-ൽ കുറവാണ് എന്നതാണ്. ഓക്കെ, ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ പെർസെൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട മറ്റൊരു ക്വസ്റ്റ്യനാണ് ദി ഹൈറ്റ് ഓഫ് സ്കൂൾ ചിൽഡ്രൻ ഓഫ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. Height of one institution is normally distributed with a mean of 54 inches and standard deviation of 12 inches. What percentage of students have height between 46 and 56? 46 Z കാണുക, 56 Z കാണുക. അപ്പോൾ രണ്ടിനും ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കുക. ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. അപ്പോൾ ഏരിയ കണ്ടു ടോട്ടൽ ചെയ്യുക. ഓക്കെ, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 31.61% സ്റ്റുഡൻസിന് അവരുടെ ഹൈറ്റ് 46 ഇഞ്ചിനും 56 ഇഞ്ചിനും ഇടയിലാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദി സ്കോർസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ് ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 80, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15. എ സാമ്പിൾ ഓഫ് 1000 സ്റ്റുഡൻസ് ഹാസ് ബീൻ ഡ്രോൺ ഫ്രം ദി പോപ്പുലേഷൻ. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ബൈനോമിയലിലും പോയിസോണിലും ചെയ്തതുപോലെ ഒരു ക്യാപിറ്റൽ N, ഒരു നമ്പർ ഓഫ് ഐറ്റംസ് കൂടെ തന്നിരിക്കുകയാണ്. ഓക്കെ, ആ സൈസും കൂടെ തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രോബബിലിറ്റി ദാറ്റ് എ റാൻഡംലി ചോസൻ സ്റ്റുഡൻറ്റ് ഹാസ് സ്കോർ ബിറ്റ്വീൻ 85 ആൻഡ് 95. ഇതുവരെ ചെയ്തതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോറിംഗ് ലെസ് ദാൻ 60. 60-ൽ കുറവ് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾ എത്ര സ്റ്റുഡൻസ് ഉണ്ടാകുമെന്നാണ് പറയേണ്ടത്. 1000 സ്റ്റുഡൻസ് ആണുള്ളതെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിനുകൊണ്ട് പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ഈ ക്യാപിറ്റൽ N കൊണ്ട്, അതായത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് തന്നെ സിമ്പിൾ. നമ്മൾ നേരത്തെ ബൈനോമിയലിലും പോയിസോണിലും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെയുള്ളതാണ്. പ്രോബബിലിറ്റി ദാറ്റ് എ റാൻഡംലി ചോസൻ സ്റ്റുഡൻറ്റ് ഹാസ് സ്കോർ ബിറ്റ്വീൻ 85 ആൻഡ് 95. എക്സ് 85-ന് തുല്യമായിട്ടുള്ള Z കാണുക. എക്സ് 85 ആകുമ്പോൾ Z 0.333 വരും. എക്സ് 95 ആകുമ്പോൾ Z 1 വരും. അപ്പോൾ രണ്ടും പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ രണ്ടും വലതു ഭാഗത്തായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിനിടയിലുള്ള മാർക്ക് കാണുക എന്ന് പറഞ്ഞാൽ 1ൻ്റെ വാല്യൂ കാണുക, 0.33യുടെ കാണുക, എന്നിട്ട് 1ൻ്റെ വാല്യൂവിൽ നിന്ന് 0.33യുടെ ഏരിയ കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് 0.2120 കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോറിംഗ് ലെസ് ദാൻ 60. 60-ൽ കുറവ് മാർക്ക് കിട്ടിയാൻ സാധ്യതയുള്ള കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചത്. അപ്പോൾ 60-ൽ കുറവ് മാർക്ക് കിട്ടാൻ സാധ്യത എത്രയാണ് എന്ന് കാണുക. 60-ൽ കുറവ് മാർക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി കാണുക. ആ പ്രോബബിലിറ്റി വാല്യൂ കൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 60-ന് തുല്യമായിട്ടുള്ള Z വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. 60 ആകുന്ന സമയത്ത് Z വാല്യൂ -1.33 ആണ് വരിക. ഓക്കെ, അപ്പോൾ Z വാല്യൂ -1.33 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വരിക. അപ്പോൾ 1.33യുടെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക. 1.33യുടെ ഏരിയ കണ്ടുപിടിച്ചാൽ 0.4082 കിട്ടും. ഓക്കെ, അതിൽ കുറയാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോട്ടൽ ഏരിയ 0.5 ആണ്. അതിൽ നിന്ന് 1.33 വരെയുള്ള ഏരിയ 0.4082 കുറയ്ക്കുക, 0.0918 കിട്ടും. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാണണമെങ്കിൽ ഈ പ്രോബബിലിറ്റിയെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 91.8 സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. 91.8 എന്നുള്ള 92 സ്റ്റുഡൻസിന് 60-ൽ കുറവ് മാർക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വാസ് കണ്ടക്റ്റഡ്. ആൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വാസ് കണ്ടക്റ്റഡ് for selecting officers in a bank from 1000 students. The average score is 42 and standard deviation 24. Assume the normal distribution for score and find the number of candidates whose score exceed 58. 58-ൽ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹൂസ് സ്കോർ എക്സീഡ് 58. 58-ൽ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടാകും? ഇവിടെ ടോട്ടൽ 1000 കാൻഡിഡേറ്റ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ 58
ൻ്റെ പ്രോബബിലിറ്റി കാണുക, 58-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് വാല്യൂ കാണുക, സെഡ് അതാവാനുള്ള പ്രോബബിലിറ്റി കാണുക. സെഡ് 58-ൽ കൂടുതൽ എന്ന് എക്സ് 58-ൽ കൂടുതലാകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് സെഡിൻ്റെ വാല്യൂ കാണുക. സെഡിൻ്റെ വാല്യൂ നോക്കൂ, സെഡ് 0.67. അപ്പോൾ സെഡ് 0.67-ൽ കൂടുതലാകാനുള്ള പ്രോബബിലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെഡ് 0.67 ടേബിളിൽ നോക്കുക. അപ്പോൾ ആ ഏരിയ 0.2486 കിട്ടും. അതിൽ മുകളിലാകാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 0.5-ൽ നിന്ന് 0.2486 മൈനസ് ചെയ്യുക, 0.2514 കിട്ടും. ഇതാണ് പ്രോബബിലിറ്റി. എന്ത്? 58-ൽ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇതാണ്. അപ്പം മൊത്തം സ്റ്റുഡൻസ് 1000 ഉള്ളതുകൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 251 സ്റ്റുഡൻസിന് 58-ൽ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ടാമത്തെ, ദി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹൂ സ്കോർ ലൈ ബിറ്റ്വീൻ 30 and 66. 30-നും 66-നും ഇടയിൽ. അപ്പോൾ 30-ന് തുല്യമായിട്ടുള്ള സെഡ് വാല്യൂ കാണുക, 66-ന് തുല്യമായ സെഡ് വാല്യൂ കാണുക. 30-ന് തുല്യമായിട്ട് സെഡ് വാല്യൂ -0.5 ആണ്. എക്സ് 66, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് വാല്യൂ 1 ആണ്. അപ്പോൾ 1 പോസിറ്റീവാണ്, ഇത് -0.5 ആണ്. ഈ രണ്ട് ഏരിയ ഇടയിലുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ കൂട്ടുക, 0.5-ലേക്കുള്ളതും അതുപോലെ വലതു ഭാഗത്തോട്ട് 1-ലേക്കുള്ള ആ രണ്ട് ഏരിയയും ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് 0.53 ഇതും ആഡ് ചെയ്യുക. 0.1915-ഉം 0.3413 ആഡ് ചെയ്യുക, 0.5328 കിട്ടും. ഓക്കെ. അപ്പോൾ എത്ര കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അറിയണമെങ്കിൽ ഈ പ്രോബബിലിറ്റി 1000 കൊണ്ട് മൾട്ടിപ്ലൈ 533 വരും. ഓക്കെ, ക്ലിയർ? ഇത്രയും പ്രോബ്ലംസ് നന്നായിട്ട് മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടെ ചെയ്യുക, എന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.